ഹായ് ഓൾ, വെൽക്കം ടു ലീഡ്സ് അക്കാദമി സ്മാർട്ട് പ്ലസ് ആപ്പ്. ഇംഗ്ലീഷിൻ്റെ മറ്റൊരു ക്ലാസ്സുമായിട്ട് ഞാൻ വന്നിരിക്കുകയാണ്. നമ്മൾ ബ്ലോ ഇൻ ദ വിൻഡ് എന്നുള്ള പോയമാണ് പഠിച്ചിരുന്നത്. അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് പാർട്ടായ പോയറ്റിക് ഡിവൈസ്, അതുപോലെ തന്നെ അതിൻ്റെ സ്ട്രക്ചർ, അതിൻ്റെ സ്റ്റാൻസകൾ, അതുപോലെ തന്നെ അതിൻ്റെ റൈം സ്കീം, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ക്ലാസ്സിലേക്ക് പോകാം. ഓക്കെ, ഗോ. അപ്പോൾ ദ സ്ട്രക്ചർ ഓഫ് ദ പോയം, നമുക്ക് ഈ പോയത്തിൻ്റെ സ്ട്രക്ചർ നോക്കിയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാകും. 3 സ്റ്റാൻസയാണുള്ളത്. ഓരോ സ്റ്റാൻസയിലും 6 ലൈൻസ് ഉണ്ട്. 3 റിഫ്രൈൻസ് ഉണ്ട്. ഏതാണ് 3 റിഫ്രൈൻസ്? ദ ആൻസർ ഈസ് ബ്ലോ ഇൻ ദ വിൻഡ്, ദ ആൻസർ ഈസ് ബ്ലോ ഇൻ ദ വിൻഡ്. അതാണ് ഇതിൻ്റെ റിഫ്രൈൻ എന്ന് പറയുന്നത്. റിഫ്രൈൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈൻ തന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതിനെയാണ് റിഫ്രൈൻ എന്ന് പറയുന്നത്. റൈം സ്കീം, ഈ പോയത്തിൻ്റെ റൈം സ്കീം എന്താ? എ ബി സി ബി ഡി ബി. ഓക്കെ, ഇതിൻ്റെ റൈം സ്കീം അതാണ്. ആ ലൈൻസിൻ്റെ, പോയത്തിൻ്റെ ലൈൻസിൻ്റെ ഏറ്റവും അവസാനം നോക്കി അത് കറക്റ്റ് നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. ഓക്കെ, ദ റൈം സ്കീം ഈസ് എ ബി സി ബി ഡി ബി. ഇനി നമ്മൾ ഇതിൻ്റെ പോയറ്റിക് ഡിവൈസുകളിലേക്കാണ് വരുന്നത്. ഫസ്റ്റ് ഇമേജറിയാണ്, ഇമേജസ് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഇമേജ് എന്ന് പറയുന്നത് കനോൺ ബോൾ ആണ്. കനോൺ ബോൾ എന്തിൻ്റെ ഇമേജ് ആയിരുന്നു? That is the image of war ആണ്, and that is the image of mental image of men and war. അപ്പോൾ mental image of men ഓർത്തില്ലെങ്കിലും that is a symbol of, that is the image of war. Then symbolism. Okay, symbolism ഉപയോഗിച്ചിട്ടുണ്ട്. White dove, white dove എന്താ? That is a universal symbol of peace and freedom ആണ്. Then sky എന്നുള്ളത് unlimited freedom ആണ്. Mountain pride and ego ആണ്. Then next മെറ്റഫർ. എന്താണ് മെറ്റഫർ എന്ന് അറിയാലോ? നമ്മൾ ഇതിനു മുമ്പ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്, ഓർമ്മയുണ്ടാവും. മെറ്റഫർ എന്ന് നമ്മളൊരു കമ്പാരിസന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. വിത്തൗട്ട്, ലൈക്ക്, ഓർ ആസ്, അങ്ങനെ പറയാൻ ഉപയോഗിക്കുന്നതാണ് മെറ്റഫർ. അപ്പോൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മെറ്റഫർ: ഹൗ മെനി റോഡ്സ്, മാൻ ആസ് എ സോൾജിയർ; ഹൗ മെനി ഇയേഴ്സ്, ഡിസ്ക്രിമിനേഷൻ ഓഫ് ബ്ലാക്ക് അമേരിക്കൻസ്; ഹൗ മെനി ഡെത്ത്സ് ഓഫ് ഇന്നസെൻറ്റ് പീപ്പിൾ. ഓക്കെ, പിന്നെ റിഫ്രൈൻ ഞാൻ പറഞ്ഞല്ലോ, ഒരു പോയത്തിൻ്റെ ലൈന് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതാണ് റിഫ്രൈൻ എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ ഏതാണ് റിഫ്രൈൻ നിങ്ങൾക്ക് അറിയാം. ദ ആൻസർ ഈസ് മൈ ഫ്രണ്ട് ഈസ് ബ്ലോയിങ് ഇൻ ദ വിൻഡ്, ദ ആൻസർ ഈസ് ബ്ലോയിങ് ഇൻ ദി വിൻഡ്. ഇനി അടുത്തത് അനാഫ്രയാണ്. അനാഫ്ര എന്ന് പറയുന്നത് റിപ്പറ്റീഷൻ ഓഫ് പർട്ടിക്കുലർ വേർഡ് പർപ്പസ്ഫുള്ളി അറ്റ് ദ സ്റ്റാർട്ട് കോൺസിക്യൂട്ടീവ് സെൻറ്റൻസ് ഫോർ എ പാരഗ്രാഫ്. അതായത് ഒരു വേർഡ്, മറ്റേത് റിഫ്രൈൻ എന്ന് പറഞ്ഞ ഒരു ലൈനാണ്. അനാഫ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേർഡ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ഉപയോഗിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഏതാണ്? ഹൗ മെനി ആണ്. ഹൗ മെനി എന്ന് പറയുന്ന വേർഡ് കുറേ അധികം പ്രാവശ്യം ഇതിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന അടുത്ത പോയറ്റിക് ഡിവൈസ് ആണ്. ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന മുഴുവൻ റിറ്റോറിക്കൽ ക്വസ്റ്റ്യൻസ് ആണ്. ബാക്കി അതിൽ ഒരു ആൻസർ ആയിട്ടാണ് റിഫ്രൈൻ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ അലിട്രേഷൻ: ഹൗ മെനി റോഡ്സ് മസ്റ്റ് എ മാൻ. ദെൻ അസോണൻസ്. അസോണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേത് കൺസണൻറ്റ് സൗണ്ട് ആണെങ്കിൽ ഇത് വവ്വൽ സൗണ്ടാണ്. ഓക്കെ, അതായത് ഒരു ലൈൻസിൽ തന്നെ വവ്വൽ സൗണ്ടുകൾ അടുത്തടുത്ത് വരുന്നതിന്. അപ്പോൾ ഇതിൽ ദ ആൻസർ മൈ ഫ്രണ്ട് ബ്ലോയിങ് ഇൻ ദി വിൻഡ്. ഇനി ഈ പോയത്തിൻ്റെ ടോൺ എന്താണെന്നുള്ളതാണ്. ഈ പോയത്തിൻ്റെ ടോൺ എന്താണ്? ഓക്കെ, ദ പോയം ഷോസ് എ ഡിഡാക്റ്റിക്, ഐറണിക് ആൻഡ് റിയലിസ്റ്റിക്. ഓക്കെ, ഡിഡാക്റ്റിക് ആണ്. ഡിഡാക്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? ഇറ്റ് ഗിവിങ് അഡ്വൈസ്. ഒരു പോയം അഡ്വൈസ് കൊടുക്കുന്ന രീതിയിലുള്ളത്. കാരണം ഇത് പോയറ്റ് ഈ ലോക ജനതകൾക്ക് മുഴുവൻ കൊടുക്കുന്ന ഒരു അഡ്വൈസ് ആയിട്ടാണ് പോയം അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറ്റ് ഗീവ്സ് അഡ്വൈസ്. ഐറണിക്കാണ്. ഓക്കെ, ഒരു കളിയാക്കുന്ന രീതിയിലുള്ള ഒരു ക്രിറ്റിസിസമാണ് അവതരിപ്പിക്കുന്നത്. ആൻഡ് ഒരു റിയലിസ്റ്റിക് ടോണുള്ള പോയമാണിത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലോ ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന പോയം. നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ പെർഫെക്റ്റ് ആക്കാൻ ഈ ഒരു പോയം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന്. കാരണം മിക്കവാറും എക്സാമുകൾ ഏറ്റവും കൂടുതൽ അപ്രിസിയേഷൻ ചോദിച്ച് കണ്ടിട്ടുള്ള ഒരു പോയമാണ് ബ്ലോ ഇൻ ദ വിൻഡ്. അപ്പോൾ ഇത് നിങ്ങൾ സ്ട്രെസ് ചെയ്ത് പഠിക്കണം. ഈ ഓണ എക്സാമിൽ വരുന്ന 2 പോയമാണ് നമുക്ക് പഠിക്കാനുള്ളത്: ലൈൻസ് റിട്ടൺ ഏർലി സ്പ്രിങ്ങും അതുപോലെ തന്നെ ബ്ലോ ഇൻ ദ വിൻഡും. അപ്പം ചിലപ്പോൾ ഒരെണ്ണത്തിൽ നിന്ന് ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കാം, ഒരെണ്ണത്തിൽ നിന്ന് അപ്രിസിയേഷൻ ചോദിക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളൊരു പോയമാണ് ബ്ലോ ഇൻ ദ വിൻഡ്. അപ്പോൾ ബ്ലോ ഇൻ ദ വിൻഡ് നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പെർഫെക്റ്റ് ആക്കണം. നല്ല മാർക്ക് മേടിക്കാനായിട്ട് ഇത് വീണ്ടും കണ്ട് നിങ്ങൾ പരിശീലിക്കുക. ഓക്കെ, അപ്പോൾ സീ യു, വി ക്യാൻ സീ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ബൈ.